ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വിഷു ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കൂന്ന് വിചാരിക്കണു. പടക്കമൊക്കെ പൊട്ടിച്ചോ? സദ്യയൊക്കെ കഴിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മൈ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. ആദ്യം തന്നെ ഞാനൊരു ഹെയറൊക്കെ ഒന്ന് പുട്ടപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഹെയർ ഇങ്ങനെ പുട്ടപ്പ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള മുടിയിലൊക്കെ ആവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻസ് ചെയ്തു. ഒരു ഫേഷ്യൽ ക്ലീൻസർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻസ് ചെയ്തു. പിന്നെ സ്കിന്നൊക്കെ ഉണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫേസിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സ്കിന്നിലേക്ക് നന്നായിട്ട് അത് അബ്സോർബ് ആവുള്ളൂ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നോസ് ഏരിയയിലും ഫോർഹെഡിലും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. സ്റ്റെപ്പ് ഞാനൊരു സിറം അപ്ലൈ ചെയ്യാൻ പോവാണ്. യൂഷ്വലി അപ്ലൈ ചെയ്യുന്നതാണ് ഈ സിറം. ഓരോ ഡ്രോപ്പായിട്ട് എല്ലാ ഏരിയയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നെക്ക് ഏരിയയും മറക്കരുത്. അത് കഴിഞ്ഞിട്ട് കൈ വച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സീറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫേസിനൊരു പ്രത്യേക ഒരു ഗ്ലോ തന്നെ വരും. കണ്ടോ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. സോ ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. നോസിൻ്റെ ഈ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതൊക്കെ എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കും ഇടയ്ക്ക്. മുടി ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അടുത്തത് ഞാനൊന്ന് സൺസ്ക്രീൻ ലോഷനാണ് അപ്ലൈ ചെയ്യണത്. ഞാൻ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യണത്. ഇത് ഞാനിത് നേരത്തെ വാങ്ങിച്ചിരുന്നു, പക്ഷെ ഞാനത് ഓയിലി സ്കിന്നിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. ഇത് ഡ്രൈ സ്കിന്നിൻ്റെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത്. ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യട്ടെ. ഓക്കേ, ഞാൻ കയ്യിലേക്ക് കുറച്ച് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇത് മറ്റേക്കാളും കുറച്ചുകൂടി ഹാർഡാന്ന് തോന്നുന്നു. മറ്റേ ഭയങ്കര ലിക്വിഡായിട്ടിരിക്കുന്ന കാരണം ഭയങ്കര ഡ്യൂയി ഫിനിഷ് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കുറച്ച് അപ്ലൈ ചെയ്യാം. ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. നെക്ക് ഏരിയയിലും അപ്ലൈ ചെയ്യാം കേട്ടോ. സൺസ്ക്രീൻ എത്ര അപ്ലൈ ചെയ്യണോ അത്ര നല്ലതാണെന്ന് വെച്ചാൽ ഭയങ്കര ഓവറാവരുത്, എന്നാലും നന്നായിട്ട് അപ്ലൈ ചെയ്യണ നല്ലതാണ്. അതിപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പുറത്ത് പോകുമ്പോൾ മാത്രമേ അല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. വീടിൻ്റെ അകത്താണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അങ്ങനെ കുറേ ഡെർമറ്റോളജിസ്റ്റ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കണ്ടു, എൻ്റെ സ്കിൻ നല്ല ഗ്ലോയിങ് ഉണ്ട്. ഞാൻ മിററിൽ നോക്കട്ടെ കേട്ടോ. ഒരു നല്ലൊരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട് സ്കിന്നിന്.
സോ നെക്സ്റ്റ് ഞാൻ ഒരു 2 ഫേസിൻ്റെ ഒരു പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിങ്ങനെ കയ്യിലേക്ക് കുറച്ച് സ്ക്യൂസ് ചെയ്തെടുക്കാം. ഇതിനൊരു ടിംഗ്ലിങ് സെൻസേഷൻ ഉള്ള ഒരു പ്രൈമറാണ്, പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ളൂ പ്രൈമറായിട്ട്, അതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ്. പ്രൈമർ അപ്ലൈ ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും, കാരണം നമുക്ക് നല്ലൊരു ബേസ് കിട്ടും മേക്കപ്പ് ചെയ്യാൻ. നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ബേസ് നന്നായി ഇരുന്നാൽ നമുക്ക് നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസും. നമ്മൾ നന്നായിട്ട് ബേസ് ഒരു ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മേക്കപ്പിന് നല്ല ഫിനിഷ് കിട്ടും. അപ്പോൾ പ്രൈമറി ഇങ്ങനെ നല്ലയിടത്ത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. പ്രൈമർ അപ്ലൈ ചെയ്തപ്പോൾ കാണാം എനിക്ക് എൻ്റെ സ്കിന്നിനൊരു നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാം. നെക്സ്റ്റ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഇത് മെബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ്. ഇതിന് അപ്ലൈ എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. സോ ഇവിടെ എല്ലാ കണ്ണിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. മുകളിലും അപ്ലൈ ചെയ്യാം. എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇനി സ്പോഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. കുറച്ച് കയ്യിലിങ്ങനെ സ്ക്യൂസ് ചെയ്യാം. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യണം, അപ്പോൾ കുറച്ച് കൂടുതൽ സ്ക്യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം, അങ്ങനെ ഡോട്ടായിട്ട്. തീരെ സമയമില്ല കേട്ടോ. മൈ ഗോഡ്, കണ്ണിലേക്ക് വരെ ചാടിപ്പോയി. ആകെ മെസ്സായിപ്പോയി. നിൽക്കട്ടെ, അത് തുടച്ചിട്ട് വരട്ടെ. ഓക്കെ, ഇനി സ്പോഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ നന്നായിട്ട്. അപ്ലൈ ചെയ്തത് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഓവറായോ എന്ന് സംശയമുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഓവറായിക്കണ ഒരു ഫീൽ പോകുമെന്ന് വിചാരിക്കുന്നു. മുടിയിൽ വരെയായി. എന്താ ചെയ്യണത്? ധൃതിയോടെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നും ശരിയാവില്ല. ഏകദേശം ഓക്കെ എന്ന് തോന്നുന്നു. ഐലാഷ് കേളറാണ് യൂസ് ചെയ്യണത്. ഇതാണ് ഐലാഷ് കേളർ. ഇത് വെച്ച് ഞാൻ എൻ്റെ ഐലാഷ് കേൾ ചെയ്യാൻ പോവാണ്. എൻ്റെ മിറർ നോക്കേണ്ടി വരും. പതിവ് ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ഇട്ട് വിടുക. വീണ്ടും ഇങ്ങനെ പൊക്കുക, ഹോൾഡ് ചെയ്യുക, വിടുക. അങ്ങനെ ഈ കണ്ണിലും ചെയ്യുക. ഐ ഷാഡോ അപ്ലൈ ചെയ്യണം. അതിനൊരു ബേസായിട്ട് ഒരു എൻ്റെ സ്കിന്നിൻ്റെ ടോൺ ഏകദേശം ഉള്ളതാണ് ഇത്. ബ്രാൻഡ് റെവല്യൂഷൻ്റെയാണ് ഇത്. ഐ ഷാഡോ പാലറ്റാണ്. സോ ഇങ്ങനെ ആദ്യം ബേസായിട്ട് അപ്ലൈ ചെയ്യുക.
എനിക്ക് മിറർ നോക്കി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. എന്നാൽ മിറർ നോക്കട്ടെ കേട്ടോ. ഞാൻ റെവല്യൂഷൻ്റെ തന്നെ വേറൊരു പാലറ്റ് എടുത്തു. ഇതാണ് വേറെ പാലറ്റ്. സോ ഇത് രണ്ടും എനിക്ക് രണ്ടെന്നല്ല, ഇത് ആദ്യം കാണിച്ചത് ഞാൻ മേടിച്ചത്, പിന്നെ ഇതും പിന്നെ വേറെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം എനിക്ക് അനിയത്തി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ്. ഈ ബർത്ത്ഡേക്കല്ല, അത് 1 year ആയി കാണും ഓൾമോസ്റ്റ്. സോ ഞാൻ ഈ ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതേപോലെ ഈ സൈഡിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. തീരെ സമയമില്ല കേട്ടോ, പെട്ടെന്ന് ഞാൻ എല്ലാം ചെയ്യണം. സോ ഞാൻ ഐലൈനർ എടുത്ത് അപ്ലൈ ചെയ്യണം. മിററും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു കൂൾ സെൻസേഷൻ കിട്ടുന്നുണ്ട് കണ്ണിന്. ഇത് ചെയ്യുമ്പോൾ ഐലൈനർ എഴുതുമ്പോൾ എപ്പോഴും തെറ്റിപ്പോവും എനിക്ക്. ഇന്ന് എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് പോകണേന്ന് എനിക്കറിയില്ല. ആദ്യം ഫൗണ്ടേഷൻ പോയി, ഐലൈനർ പോയി. ഇത്രയൊക്കെ മതി. ഞാൻ കണ്ണ് എഴുതുവാണ്. ഞാൻ കണ്ണ് യൂഷ്വലി താഴ്ത്താണ് എഴുതണത്. എനിക്ക് ഉള്ളിൽ എഴുതി അത്ര ഭംഗിയില്ല. ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ എഴുതുക. ഇത് സ്മജ് പ്രൂഫ് അല്ല കേട്ടോ. ഇത് ഇങ്ങനെ എഴുതിയിട്ട് സോ ഇതിങ്ങനെ എഴുതിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ് ഉണ്ട്. അത് വെച്ച് നമുക്കിങ്ങനെ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു ബ്ലഷാണ് യൂസ് ചെയ്യണത്. ഇത് സ്മാഷ് മോസിൻ്റെ ബ്ലഷാണ്. ഇതിങ്ങനെ കുറച്ച് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. കൈ കൊണ്ട് തന്നെയായിരിക്കും ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണതാണ് നല്ലത്. ഇതൊരു ക്രീമി ഫോർമാറ്റാണ്. ഇനി ഞാനൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യാണ്. ആദ്യം കയ്യിലേക്ക് കുറച്ച് യൂസ് ചെയ്യുക. കുറേ വന്നു. ഓക്കെ, നോസിൽ ഇങ്ങനെ കൊടുക്കുക. ചിന്നിൽ, അപ്പർ ലിപ്പിൽ, ഇവിടെ കുറേ വന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കുറേ ആയില്ല. ഇനിയും സ്ഥലങ്ങളുണ്ട് ഇവിടെ. കുറച്ചുകൂടി സ്ക്യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇടണം. അയ്യോ, ഞാൻ ഐബ്രോ എഴുതിയില്ല. അതിന് വിചാരിച്ച് എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്ന്. ഐബ്രോ എഴുതിയില്ല. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് ഓവറായി. ഞാൻ കുറച്ച് ഐബ്രോ ഫില്ല് ചെയ്യട്ടെ. ഞാൻ ബെനിഫിറ്റിൻ്റെ
ഐബ്രോ ഇതാണ് ഉപയോഗിക്കുന്നത്, ബ്രഷാണ്. ഇതിങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യാൻ സാലോണിൽ അങ്ങനെ അധികം പോകാറില്ല, വീട്ടിൽ തന്നെ ചെയ്യണം. അപ്പോൾ തന്നെ ചെയ്ത് ആകെ കൊളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് മേടിക്കേണ്ട സമയമായി തോന്നുന്നു. ഇനി ലിപ്സ്റ്റിക്ക്. സോ ഞാൻ ഒരു കാര്യം പറയാൻ വെറുതെ, എൻ്റെ ഈ 26 ഏപ്രിൽ 26 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് തന്നത് ആരാന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ? ആസ് ഓൾവേസ് നൈക്ക. അപ്പോൾ എനിക്ക് ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യുക. ഇതൊന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇത് അടച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അറ്റങ്ങനെ പൊട്ടിപ്പോയി, വിഷമമായിപ്പോയി. ബാമൊന്നും ഇടാൻ ടൈമില്ല. സ്മച്ച് പ്രൂഫ് അല്ല കേട്ടോ, എൻ്റെ മുഖത്തൊക്കെ ഒക്കെ ആവുന്നുണ്ട്. എന്ത് ലിപ്സ്റ്റിക്ക് അത്? ചുണ്ടി തേച്ചത് മുഖത്തൊക്കെ ആയി. ഓക്കെ, അടുത്തത് ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് കാണിക്കട്ടെ എങ്ങനെയാണെന്ന്. അതുവരെ ബൈ. അടുത്തത് ഞാൻ ഈ കമ്മൽ ഇടാൻ പോകും. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് ഇതിൻ്റെ ഒപ്പം ഈ ചെയിൻ ഇങ്ങനെ ഇടണമെന്നില്ല, കൺഫ്യൂഷനിലാണ്. ഇതിങ്ങനെ ഇരിക്കും, അത് കുറച്ച് ഓവറാന്ന് തോന്നുന്നു. ഓവറാണോ അമ്മ? അപ്പം ഇതിടാം. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാനപ്പടി വേർത്തിട്ട് മേക്കപ്പ് ഒക്കെ പോയി തുടങ്ങി. ഞാൻ അടുത്ത് മാല ഇടാൻ പോകട്ടോ. ഇതാണ് എൻ്റെ മാല, ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യണത് ഏകദേശം. സോ ഇത് ഇടട്ടെ. എല്ലാം അവിടെ ഊരിപ്പോണ്ടിരുന്നാൽ മതി. ശരിയാണല്ലോ. മുടിയൊക്കെ പോയിട്ടോ, ഒന്നുകൂടിയും പിൻ ചെയ്യേണ്ടി വരും. ഇനി ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി എടുത്ത് ഇവിടെ പോയി അത് ഒന്നുകൂടിയും ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പൊട്ട് തൊടണം. സോ ഞാൻ ഈ ബിന്ദിയാണ് തൊടാൻ പോണ. ശരിയാണല്ലോ. ഈ ബിന്ദി ഇങ്ങനെ തൊടും. ഓക്കെ, ഐ ആം റെഡി. ഞാൻ ഫൈനൽ ഫുൾ ലുക്ക് ഞാൻ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.